ഇത്തവണത്തെ SSLC പരീക്ഷ തിങ്കളാഴ്ചയാണ് ആരംഭിക്കുന്നത്. പരീക്ഷ ആരംഭിക്കുവാൻ 2 ദിവസം മാത്രം ശേഷിക്കെ അവസാനഘട്ട ഒരുക്കങ്ങളിലാണ് സ്കൂളുകൾ. ജില്ലയിൽ ഏറ്റവും അധികം വിദ്യാർത്ഥികൾ SSLC പരീക്ഷ എഴുതുന്ന കല്ലാർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും പരീക്ഷയുടെ തയ്യാറെടുപ്പുകൾ റിപ്പോർട്ട് ചെയ്യുകയാണ് ഞങ്ങളുടെ പ്രതി അനീഷ്. ഏത് രീതിയിലുള്ള ഇപ്പോൾ പ്രവർത്തനങ്ങളാണ് പുരോഗമിക്കുന്നത്? നിതിൻ, ഞാനിപ്പോൾ ഉള്ളത് ജില്ലയിൽ ഏറ്റവും അധികം വിദ്യാർത്ഥികൾ പഠിക്കുന്ന പൊതുവിദ്യാഭ്യാസ സ്ഥാപനത്തിലാണ്, കല്ലാർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ. കഴിഞ്ഞ വർഷവും ജില്ലയിൽ ഏറ്റവും അധികം വിദ്യാർത്ഥികളെ SSLC പരീക്ഷയ്ക്ക് ഇരുത്തിയത് ഈ വിദ്യാലയത്തിൽ നിന്നാണ്. ഇത്തവണ 329 വിദ്യാർത്ഥികളാണ് SSLC പരീക്ഷയ്ക്കായിട്ട് ഒരുങ്ങുന്നത്. ഇപ്പോൾ അവസാനഘട്ട ഒരുക്കങ്ങളെല്ലാം തന്നെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 2-3 മാസമായി റിവിഷന് മറ്റു വർക്കുകളെല്ലാം പൂർത്തീകരിച്ച് അവസാന മണിക്കൂറുകളിലേക്ക് എത്തിയപ്പോൾ അതിൻ്റെതായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നോടൊപ്പം ഇവിടുത്തെ വിദ്യാർത്ഥികൾ, അതുപോലെ തന്നെ പ്രഥമ അധ്യാപിക, മറ്റ് അധ്യാപകരൊക്കെ തന്നെ ചേരുന്നുണ്ട്. മാഡം, എങ്ങനെ പുരോഗമിക്കുന്നു ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിൽ? ഞങ്ങൾക്ക് ഇപ്രാവശ്യം 329 കുട്ടികളാണ് പരീക്ഷ എഴുതുന്നത്. അവരെ ഞങ്ങൾ തുടക്കം മുതൽ തന്നെ, അതായത് ജൂൺ മാസം മുതൽ തന്നെ രാവിലെയും വൈകുന്നേരം അവർക്ക് ഞങ്ങൾ എക്സ്ട്രാ കോച്ചിങ് കൊടുത്തിരുന്നു. നവംബർ മാസത്തോടുകൂടി പാഠഭാഗങ്ങൾ പൂർത്തിയാക്കുകയും തുടർന്ന് റിവിഷൻ ക്ലാസ്സുകളാണ് നടന്നുകൊണ്ടിരുന്നത്. മോഡൽ എക്സാമിന് മുമ്പായിട്ട് പ്രീ മോഡൽ എക്സാം ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. അതേപോലെ വൈകുന്നേരത്തെ ക്ലാസ് ഞങ്ങൾ 5:30 വരെ ക്ലാസ് നടത്തുകയും കുട്ടികൾക്ക് ചായയും സ്നാക്സും ഒക്കെ കൊടുക്കുകയും ചെയ്തിരുന്നു. പിന്നെ അവസാന സമയത്തോടുകൂടി വൈകുന്നേരം രക്ഷിതാക്കൾ വന്ന് കൊണ്ടുപോകാൻ സാധിക്കുന്ന കുട്ടികൾക്ക്, രാവിലെ 8:30 എത്തുന്ന കുട്ടികൾ രാത്രി 8:30 തിരിച്ചു പോകുന്നത്. ഇവിടെ ഇരുന്ന് പഠിക്കുന്ന, അതായത് നൈറ്റ് ക്ലാസ്സുകൾ ഞങ്ങൾ എടുത്തിരുന്നു. കുട്ടികൾക്ക് അതിനുള്ള ഫുഡും കാര്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് തന്നെ. ഈ കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് 100% വിജയമായിരുന്നു. ഇത്തവണത്തെ പ്രതീക്ഷ എന്താ? ഇത്തവണ 100% നല്ല ക്വാളിറ്റിയോട് കൂടിയ 100% വിജയവും 100-ലധികം കുട്ടികൾക്ക് മുഴുവൻ വിഷയങ്ങൾക്കും A+ കിട്ടും എന്ന പ്രതീക്ഷയിലും ആ ഒരു സ്വപ്നത്തിനും വേണ്ടിയിട്ടാണ് ഞങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. എന്നോടൊപ്പം കുട്ടികളും ചേരുന്നുണ്ട്. മോളെ, എന്താ പ്രതീക്ഷ? നല്ല മാർക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ A+ ക്ലാസ്സിലാണ് പഠിക്കുന്നത്. നല്ല മാർക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ആദ്യത്തെ പരീക്ഷ ഏതാ? മലയാളം. കുഴപ്പമില്ല, പഠിക്കാൻ എളുപ്പമുണ്ട്. മറ്റ് കുട്ടികളുമുണ്ട്. എങ്ങനെ അവസാനഘട്ട പ്രിപ്പറേഷനൊക്കെ എങ്ങനെയാ? നന്നായിട്ട് പോകുന്നു. നല്ല രീതിക്ക് പഠിക്കാൻ പറ്റുന്നുണ്ട്. സംശയമുള്ളതിനായി ടീച്ചർമാർ സെപ്പറേറ്റ് ക്ലാസ് വെച്ച് വിളിക്കുന്നുണ്ട്. അതുകൊണ്ട് സംശയം തീർന്നു പോകുന്നു. വീട്ടിൽ ഇരുന്ന് പഠിക്കാൻ സമയം കിട്ടുന്നു. നന്നായിട്ട് പോകുന്നു. നിതിൻ, ഇതാണ് അവസാന മണിക്കൂറുകളിലേക്കാണ് പോകുന്നത്. ഈ അവസാന മണിക്കൂറുകളിലും ഇടതടവില്ലാത്ത പരിശീലനമാണ് അധ്യാപകരും കുട്ടികളും നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്താണെങ്കിലും തിങ്കളാഴ്ചയാണ് SSLC പരീക്ഷ തുടങ്ങുന്നത്. ജില്ലയിൽ നിന്ന് 11,000-ലധികം വിദ്യാർത്ഥികളാണ് ഇത്തവണ SSLC പരീക്ഷ എഴുതുന്നത്. എല്ലാ സ്കൂളുകളിലും തന്നെ ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലാണ്. നിതിൻ.